പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനത്തിനും വിവരണത്തിനുമായിട്ട് ചെറു പ്രഭാഷണങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയ സംവാദത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി മാത്രമല്ല, അതല്ലാതെയും നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതുപോലുള്ള നവമാധ്യമത്തിൻ്റെ സാധ്യതകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആശയപരമായി കരുത്തു വർദ്ധിപ്പിക്കാൻ ആശയ സംവാദത്തിൻ്റെ തലത്തിലൂടെ സഖാക്കളുടെ ആശയവൽക്കരണത്തിനും രാഷ്ട്രീയവൽക്കരണത്തിനുമുള്ള സജീവമായിട്ട് മുൻകൈ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആഹ്ലാദകരവും നിങ്ങളുടെ പ്രവർത്തനത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സംവാദവേളയിൽ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലം എന്നുള്ളതിൽ കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറു പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വലിയ തയ്യാറെടുപ്പൊന്നും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ഒരു പരിമിതമായ ശ്രമം മാത്രം ഇക്കാര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു വിശകലനത്തിനോ അല്ലെങ്കിൽ വിലയിരുത്തലിനോ അതിനപ്പുറം ഒരു ചെറു വർത്തമാനത്തിനോ മുതിരുകയാണ്. തീർച്ചയായിട്ടും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ഈ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലയിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങൾ കാസർഗോഡിൻ്റെ ഭാഗമാണ്. തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ വടകരയുടെയും ഭാഗമാണ്. അതൊഴിച്ചുള്ള തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, മട്ടന്നൂർ, ഇരിക്കൂർ, പേരാവൂർ, ധർമ്മടം ഈ നിലയിൽ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. ഏതാണ്ട് 13,20,000-ഓളം വോട്ടുകളാണ് ഇപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ചെറിയ മാറ്റങ്ങൾ ഇന്നത്തെ ഇതുൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വോട്ട് ചേർക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വരും എന്നാണ് വിചാരിക്കുന്നത്. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായ നിലയിൽ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി മാത്രമല്ല, വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിനായി സജ്ജമാവുന്ന വിധത്തിൽ സംഘടനാപരമായ ഒരുക്കങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആരംഭിക്കുകയുണ്ടായി. തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഉശിരാർന്ന വിപ്ലവ പോരാട്ടങ്ങളുടെ പൈതൃകമുള്ളൊരു മണ്ണ് ഉൾക്കൊള്ളുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് CPIM-ൻ്റെ ഘടകം ഉള്ള ഒരു ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയിൽ അതിശക്തമായുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലയിടത്തും എന്ന പോലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലവും നമ്മൾ കൈവിടുകയുണ്ടായി. ഒരു കൈത്തെറ്റ് പോലെയായിരിക്കും തീർച്ചയായും നമ്മുടെ നാട്ടിലെ വോട്ടർമാർ ഇന്ന് അത് ഓർക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കൈത്തെറ്റ് തിരുത്താനുള്ള ഒന്നാന്തരം ഒരു അവസരമായി കണ്ട് ഏപ്രിൽ 26-ാം തീയതിയിലേക്ക്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ് കണ്ണൂരിലെ വോട്ടർമാർ. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അക്കാര്യങ്ങൾ പൊതുവിൽ ഈ ഗ്രൂപ്പിലെ സഖാക്കളും ശ്രദ്ധിക്കുന്നതാണ്. ഫാസിസം അതിൻ്റെ ഉത്തുംഗഭാവത്തിൽ മുടിയടിച്ചാടുന്ന അങ്ങേയറ്റം ഭീകരമായിട്ടുള്ളൊരു നാളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാജ്യഭരണത്തിൻ്റെ താക്കോൽ കയ്യിലേന്തിയതിൻ്റെ അഹംഭാവത്തിൽ ഏതെല്ലാം വിധത്തിൽ തൻ്റെ ഫാസിസ്റ്റ് വഴികളിലേക്ക് രാജ്യത്തെ വെട്ടിയടുപ്പിക്കാം എന്ന് വളരെ ബോധപൂർവമായിട്ട് BJP അവരെ നയിക്കുന്ന RSS പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2025 RSS രൂപീകരണത്തിൻ്റെ ഒരു നൂറ്റാണ്ട് തികയുന്ന സന്ദർഭത്തിൽ RSSൻ്റെ മൗലിക ലക്ഷ്യമായിട്ടുള്ള ഹിന്ദു രാജ്യത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയാണ്, അത് സാധ്യമാക്കുമെന്ന് പരസ്യമായി തന്നെ ഈ കഴിഞ്ഞ നാഗ്പൂർ സമ്മേളനത്തിലും അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്ന ഗംഭീരമായിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തെ, അതിൻ്റെ മൗലികമായിട്ടുള്ള സത്തയെ മുഴുവൻ ചോർത്തിക്കളിയാണ് വർഗീയമായിട്ടുള്ള ചേരിതിരിവിലൂടെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള പ്രത്യയശാസ്ത്രം പേറുന്ന RSS ആ വഴിക്കുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടത്തിപ്പോരുന്നത്.
നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ ഒരു വിധത്തിലുള്ള പങ്ക് വഹിച്ചിട്ടില്ലെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സമരത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ഭരണഘടനയെ പിച്ചു ചീന്താൻ, അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കാൻ ആയുധങ്ങൾ മുറിച്ചുകൂട്ടി എല്ലാ വിധത്തിലുള്ള ഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളും വഴി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് RSS എന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയുടെ സത്തയെ മുഴുവൻ നിരാകരിക്കുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി സമ്പ്രദായം, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനത്തിൻ്റെ സുപ്രീം കോടതിയൊക്കെയുള്ള മഹത്തായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനം, സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള അന്വേഷണ ഏജൻസികൾ, അങ്ങനെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യകരമായ ബന്ധത്തെ മുൻനിർത്തിയിട്ടുള്ള ഫെഡറൽ സങ്കല്പങ്ങളെയും സമ്പൂർണ്ണമായി അട്ടിമറിക്കാനും തകർക്കാനും ആണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാജ്യഭരണത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഓരോന്നോരോന്നായി നടത്തിയ നീക്കങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദിശയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ തുനിയുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹത്തായിട്ടുള്ള രാജ്യം, അതിൻ്റെ പൈതൃകം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ പൈതൃകം, അതിൻ്റെ മൂല്യങ്ങൾ, അതെല്ലാം സംരക്ഷിക്കാൻ കഴിയേണ്ടുന്ന, അത് വെല്ലുവിളിക്കപ്പെടുന്ന, ഇന്ത്യയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിത് എന്ന് തീർച്ചയായിട്ടും ജനാധിപത്യവാദികൾ മുഴുവൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ സവിശേഷമായ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകതയും തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും അടക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ ഇതായിരിക്കുമോ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻ്ററി സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള അവസരം എന്ന് പോലും ചിന്തിക്കേണ്ടുന്ന വിധത്തിൽ വിപത്കരമായ നീക്കമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നടത്തിപ്പോരുന്നത് എന്ന് കാണാൻ സാധിക്കും. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഉണ്ടാക്കുക ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷെ നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഘടനയിൽ എത്രമാത്രം വലിയ മാറ്റങ്ങളാണ് ഇവർ വരുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിരുന്നു അംഗങ്ങൾ. അതിൽ വരുത്തിയിട്ടുള്ള മാറ്റം എത്ര വേഗത്തിലാണ് ഇവർ നടപ്പിലാക്കിയത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി, പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന നിലക്ക് മാറ്റി. പിന്നീട് പ്രതിപക്ഷ നേതാവ് നോക്കുകുത്തിയായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവിധാനമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ നിശ്ചയിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളുടെ, വിവിധങ്ങളായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളുടെ എല്ലാം മേൽ കയ്യേറ്റം നടത്തുകയും സമ്പൂർണ്ണമായി തങ്ങളുടെ വരുതിയിലാക്കുകയും തങ്ങളുടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വിവിധങ്ങളായിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായുള്ള അന്വേഷണ സംവിധാനങ്ങൾ, അതിനെല്ലാം എത്രമാത്രം നിർലജ്ജമായിട്ടാണ്, എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെ, പ്രതിപക്ഷ രാഷ്ട്രീയ ശബ്ദത്തെ നിശബ്ദമാക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കാനും അവർ പ്രയോജനപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഗൗരവമേറിയിട്ടുള്ള നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഹീനമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന BJP അവരുടെ വർഗ നയത്തിന് ചേരുന്ന വിധത്തിൽ വികസന രംഗത്തും എല്ലാം രാജ്യത്തെ സാധാരണക്കാരെ, പാവപ്പെട്ടവരെ പിഴിയുന്ന വിധത്തിലുള്ള ദുർനയങ്ങളുമാണ് അവർ നടത്തിപ്പോരുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വളരെ വിശദമായിട്ട് പോയാൽ അത് വലിയ രൂപത്തിൽ വിസ്താര ഭയം കൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വലിയ പ്രചാരണ സാമഗ്രികൾ ഉപയോഗപ്പെടുത്തി മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചുള്ള വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മയക്കാം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മോഡിയുടെ ഗ്യാരണ്ടി
ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദിയാണ്. എന്താണത്? നമ്മുടെ രാജ്യം പട്ടിണി സൂചികയിൽ 111 സ്ഥാനത്തെത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ വ്യത്യസ്ത മാനകങ്ങളിൽ ലോകത്തിൽ ഏറ്റവും പിറകിലാണ്. അങ്ങേയറ്റം അപമാനഭാരം കൊണ്ട് ഓരോ ഇന്ത്യൻ പൗരനും തലകുനിക്കേണ്ടുന്ന വിധത്തിലാണ് അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം. മോഡി നെഞ്ചു വിരിച്ച് വലിയ നെഗളിപ്പോടുകൂടി മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന വിധത്തിലുള്ള വികസന പിന്നോക്കാവസ്ഥയാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെയും അവരുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു വലിയ സന്ദർഭം എന്നുള്ള നിലക്ക് അവരെ പരാജയപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് പുരോഗമന ശക്തികൾ, ജനാധിപത്യ ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ BJP വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിച്ചുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യം രൂപപ്പെടുത്താനൊക്കെയുള്ള നീക്കങ്ങൾ സജീവമായിട്ട് ഇടതുപക്ഷം മുൻകൈയെടുക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, നമ്മുടെ രാജ്യത്ത് നേരത്തെ അധികാരത്തിലിരുന്ന പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് ഈ കാര്യത്തിലൊന്നും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധമല്ല. പലപ്പോഴും BJPയെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ BJPയുടെ വൃത്തികെട്ട പ്രാകൃതമായിട്ടുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെ അതിനെ മുൻനിർത്തി അതിനെ നേരിടാൻ പലപ്പോഴും കോൺഗ്രസ് സന്നദ്ധമാവുന്നില്ല. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. BJPയുടെ രാഷ്ട്രീയ നിലപാടുകളുമായി പലപ്പോഴും പൊരുത്തപ്പെടുന്ന രീതിയാണ് കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും പണ്ടൊക്കെ നമ്മൾ ഇരുട്ടി നേരം പുലരാൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരുട്ടി നേരം വെളുക്കുവോളൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ് എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് BJPയുടെ പാളയത്തിൽ ചെന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ കരുണാകരൻ്റെ മകള് ഇന്നലെ TN പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. ഇന്ന് BJPയുടെ ഡൽഹിയിലെ ആഫീസിൽ ചെന്നിട്ട് മെമ്പർഷിപ്പ് സ്വീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള വിചിത്രമായ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിലെ 10 കോൺഗ്രസ് MP അവരെ കൂടി കണ്ടുകൊണ്ട് അവർ ഞങ്ങളുടെ MP വളരെ വ്യക്തമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയോടുള്ള രാഷ്ട്രീയപരമായ എതിർപ്പിൽ ആശയപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഉറപ്പില്ലായ്ക വളരെ എളുപ്പത്തിൽ BJPയുടെ ആശയങ്ങളിലേക്കും അവരുടെ പിന്തിരിപ്പൻ പ്രകൃതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് കടന്നു പോകാനും അവർക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത്, ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസയോഗ്യമായിട്ടുള്ള അതിൻ്റെ വലിപ്പവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവരുടെ സാന്നിധ്യവും ഇടപെടലുകളുമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ആകെ ആഗ്രഹിക്കുക എന്ന കാര്യത്തിൽ സംശയലേശമില്ല. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് ജനാധിപത്യ ശക്തികൾ മലയാളികളിൽ നിന്ന്, കേരളീയരിൽ നിന്ന്, ഇവിടുത്തെ വോട്ടർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അക്കൂട്ടത്തിൽ കണ്ണൂരിൻ്റെ മണ്ണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രബുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചുമതല നിർവഹിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 94,000-ൽ പരം വോട്ടിന് K. സുധാകരനാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂർ MPയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം? തികഞ്ഞ പരാജയമായിരുന്നു. അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ, ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന, അതിലൊന്ന് ചെന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാവാതെ നിഷ്ക്രിയനായിട്ടുള്ളൊരു MP ആയിരുന്നു കഴിഞ്ഞ 5 വർഷം കണ്ണൂരിൻ്റെ MP എന്ന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ എതിർപ്പിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വിധത്തിൽ തികഞ്ഞ നിഷ്ക്രിയനായിരുന്നു കണ്ണൂരിലെ MP. ഒരു MPയുടെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ചുമതലകളിലൊന്നാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തൻ്റെ മണ്ഡലത്തിലെ, തൻ്റെ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുക, രാജ്യത്തിൻ്റെ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, നാടിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. എന്നാൽ ഇതൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് കണ്ണൂരിലെ MP. ജനങ്ങളുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല. അദ്ദേഹത്തിന് അതിൽ വ്യക്തമാകാൻ സാധിക്കുന്നൊരു കാര്യം, നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഹാജറാണ്. 50% ചുവടെയാണ് കണ്ണൂരിലെ MPയുടെ ഹാജർ.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഹാജറുള്ള എം പിമാരുടെ കൂട്ടത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹാജറുള്ള എം പി ഇദ്ദേഹവും രാഹുൽ ഗാന്ധിയുമായിരിക്കും. നോക്കൂ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം പി തൻ്റെ ഉത്തരവാദിത്തമാണ് ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ചെന്ന് തൻ്റെ ദൗത്യം, തൻ്റെ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നത്. ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിരുത്തരവാദപരമാണ് എന്ന് ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ പരിശോധിക്കണം. പാർലമെൻറ്റ് അംഗങ്ങൾ ഡിബേറ്റുകളിൽ ചർച്ചകളിൽ പങ്കെടുത്ത് മണ്ഡലത്തിൻ്റെയും നാടിൻ്റെയും പൊതുവായ വികസന കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ അവർ പരിശ്രമിക്കേണ്ടതാണ്. സ്പീക്കറോട് മുൻകൂട്ടി അനുവാദം മേടിച്ച് മുൻകൂട്ടി എഴുതി കൊടുത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പതിവുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ പാർലമെൻറ്റ് സമ്മേളനം 400-ലേറെ ദിവസം ലോക്സഭ സമ്മേളിച്ചിട്ടുണ്ട്. ഈ കണ്ണൂരിലെ എം പി വെറും 16 തവണയാണ് സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. 16 തവണ. സംസ്ഥാനത്തിൽ ശരാശരി 76 തവണ ആളുകൾ ശരാശരി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ദേശീയ ശരാശരി 46 വരെ വരും. എന്നാൽ ഇദ്ദേഹം വെറും 16 തവണയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നോക്കൂ, ചർച്ചയിൽ പങ്കെടുത്തിട്ട് തന്നെ അദ്ദേഹം എന്താ പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ ഭൂരിഭാഗം സമയവും അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വികസന ആവശ്യമായിരുന്നു സിൽവർ ലൈൻ. ആ സിൽവർ ലൈൻ പദ്ധതിയെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇദ്ദേഹം. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം പാർലമെൻറ്റ് സമ്മേളനത്തിൽ സംസാരിച്ചത്. സംസ്ഥാനത്തെ ഗംഭീരമായ സുതാര്യമായ PSC പരീക്ഷ, അതുവഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് അദ്ദേഹം പാർലമെൻറ്റ് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വന്നത്. ഇങ്ങനെ ഏറ്റവും നിഷ്ക്രിയനായുള്ള ഒരു എം പിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സ്വകാര്യ ബിൽ പോലുള്ള എം പിമാരുടെ അവകാശങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം എന്ന നിലക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സാധ്യതകളും അതും അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ആവശ്യങ്ങളിലൊന്നാണ് കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയും അനുമതിയും ലഭിക്കേണ്ടുന്ന വിധത്തിൽ പോയിൻ്റ് ഓഫ് കോൾ പദവി കണ്ണൂർ വിമാനത്താവളത്തിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനം കണ്ണൂരിൽ ഇറക്കാൻ സാധിക്കൂ. തീർച്ചയായിട്ടും നല്ല സുസജ്ജമായിട്ടുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ വിഷയത്തെ മുൻനിർത്തി സജീവമായിട്ട് ഇടപെടാൻ ഈ എം പി കഴിഞ്ഞ വർഷം ഒരു 5 വർഷക്കാലം ഒന്നും ചെയ്തില്ല. കണ്ണൂരിലെ LDF ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി VV ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘമായിട്ട് ഡൽഹിയിലേക്ക് പോവുകയുണ്ടായി. ആ നിവേദക സംഘത്തിൻ്റെ ഭാഗമായിട്ട് എം പിയോട് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ വരാൻ അദ്ദേഹം സന്നദ്ധമായില്ല. ആ പ്രതിനിധി സംഘം കേന്ദ്ര വ്യോമയാന മന്ത്രി കണ്ടു. മലയാളികളായ മറ്റു മന്ത്രിമാരെയും സിവിൽ ഏവിയേഷൻ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഡൽഹി വെച്ച് കാണാൻ ആ നിവേദക സംഘം മുന്നോട്ട് വന്നു. ആ LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോഴും കണ്ണൂർ വിമാനത്താവളം സന്ദർശിക്കുകയുണ്ടായി. കണ്ണൂരിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളോടൊപ്പം വിമാനത്താവളത്തിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായിട്ട് LDF ജില്ലാ കമ്മിറ്റി, അതിൻ്റെ ഭാഗമായിട്ട് MV ജയരാജൻ ഉൾപ്പെടെയുള്ള സഖാക്കളാണ് ഈ വിഷയം പ്രധാനമായിട്ട് മുന്നോട്ട് വച്ചത്. ഇതിൻ്റെ ഭാഗമായി പാർലമെൻ്ററി കമ്മിറ്റി കണ്ണൂർ വിമാനത്താവളത്തിന് ഈ പോയിൻ്റ് ഓഫ് കോൾ പദവി നൽകണമെന്നുള്ള നിർദ്ദേശം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സ്വന്തമായി ഒന്നും ചെയ്യാത്ത നിഷ്ക്രിയനായിട്ടുള്ളൊരു എം പിയാണ് കണ്ണൂരിലെ എം പി. നോക്കൂ, സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വികസനാവശ്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം. ജില്ലാ ആസ്ഥാനമായിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കുക. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ചെറിയ കല്ല് പോലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടില്ല. നേരത്തെ ശ്രീമതി ടീച്ചർ MP ആയിരുന്നപ്പോൾ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ ഈ കണ്ണൂരിൻ്റെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പുതിയ വികസന ആവശ്യങ്ങൾ ഉന്നയിക്കാനും അത് നടപ്പിലാക്കാനും ഈ കണ്ണൂരിലെ MP ഒരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. 4ാമത്തെ പ്ലാറ്റ്ഫോം പണിയുമെന്ന് മറ്റു പദ്ധതികൾ നടപ്പാക്കിയ ശേഷം വലിയ വാഗ്ദാനമാണ് ഈ MP നൽകിയത്. എന്നാൽ ആ വാഗ്ദാനം നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു ചുവടുവെപ്പും ഈ MPയുടെ ഭാഗമായിട്ട് വന്നില്ല. റെയിൽവേ ജീവനക്കാർക്ക് വേണ്ടി പണിത ക്വാർട്ടേഴ്സ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവള. വടക്കൻ കേരളത്തിലെ തീവണ്ടി യാത്രാ ദുരിതം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വിവരണാതീതമാണത്. പകൽ യാത്രക്കാർക്ക് തീവണ്ടികളിൽ വെച്ച് തിക്കിലും തിരക്കിലും പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന നില പോലെ വന്നിരിക്കുന്നു. പുതിയ തീവണ്ടികൾ, പുതിയ കോച്ചുകൾ, ഇതൊന്നും നേടിയെടുക്കാൻ നമ്മുടെ MPക്ക് സാധിച്ചിട്ടില്ല.
കണ്ണൂരിൻ്റെ പരിധിയിൽ വരുന്ന റെയിൽവേ ഗേറ്റുകൾക്ക് മേൽപ്പാലം പണിയാൻ ധർമ്മടത്തുൾപ്പെടെ മറ്റു പലയിടത്തും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള മേൽപ്പാലം, അണ്ടർപാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഒരു പരിശ്രമവും ഈ എം പിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട വികസനാവശ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് വെച്ചിട്ടുള്ളതാണ്. ആ വികസനാവശ്യങ്ങൾ നടപ്പിലാക്കാൻ ഇദ്ദേഹത്തിനൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഈ കണ്ണൂർ നഗരത്തിൽ മാത്രം 1700 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. കണ്ണൂർ നഗരസഭയുടെ കെട്ടിടം, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയിൽ കണ്ണൂർ നഗരത്തിൽ നടക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെയും മറ്റു വികസന കാര്യങ്ങൾ ഒരു ചുവട് പോലും മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമല്ല, റെയിൽവേ സ്ഥലം കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ നീക്കങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കാനാണ്, അതിന് അരുനിൽക്കാനാണ് ഈ എം പി മുന്നോട്ട് വന്നിട്ടുള്ളത്. കണ്ണൂരിലെ ജനപ്രതിനിധി എന്നുള്ളതിൽ തികഞ്ഞ പരാജയമായിട്ടുള്ള എം പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായീകരണത്തിനും അദ്ദേഹം തുനിയാൻ സാധിക്കാത്ത വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ പകൽ പോലെ വ്യക്തമാവുന്ന നിഷ്ക്രിയതയുടെ ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വിചിത്രമായ വിധത്തിൽ വരികയാണ്. പലപ്പോഴും പ്രജ്ഞ നഷ്ടപ്പെട്ടത് മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ടി വിയിലെ പത്രസമ്മേളനങ്ങളിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ വിശദീകരണ ഘട്ടത്തിൽ എത്രമാത്രം പിന്തിരിപ്പനും സംസ്കാരഹീനവുമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം UDFൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളും ചേർന്നിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൻ്റെ 1-2 ചിത്രങ്ങൾ വൈറലായി നമ്മുടെ എല്ലാം മുമ്പിൽ ഇപ്പോഴും ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലുണ്ട്. തൻ്റെ സഹപ്രവർത്തകനെ ഏറ്റവും ചീഞ്ഞു നാറിയ ഭാഷയിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. പ്രാകൃതമായ ഭാഷയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതവും പെരുമാറ്റവുമെല്ലാം ജനാധിപത്യ വിരുദ്ധവും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം ഹീനമായിട്ടുള്ള എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാനും വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രജ്ഞ നഷ്ടപ്പെട്ട മാതിരി എന്ന് പലപ്പോഴും പറയേണ്ടി വന്നിട്ടുള്ളത്. രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലോ തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ പ്രസിഡന്റ്, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയോടുകൂടി തീർച്ചയോടുകൂടി നിലപാട് സംസാരിക്കേണ്ടയാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നല്ലേ വന്നത് BJPയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യുമെന്ന് ആവർത്തിച്ച് പറഞ്ഞയാളാണ് കണ്ണൂരിലെ MP KS സുധാകരൻ. RSSന് ശാഖ നടത്താൻ നേരത്തെ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ RSSുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതാണ്, അത് തെളിയിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. തൻ്റെ RSSുമായിട്ടുള്ള ബന്ധത്തിൽ രാഷ്ട്രീയമായി ഒരു തെറ്റുമില്ല എന്ന് സ്ഥാപിക്കാൻ നെഹ്റുവിനെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചത്. അങ്ങേയറ്റം ചരിത്ര വിരുദ്ധമായ നിലയിൽ നെഹ്റുവിനെ അപമാനിക്കുന്ന വിധത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെന്ന് ആ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഐ വിൽ ഗോ വിത്ത് BJP വേണമെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും പ്രബുദ്ധരായിട്ടുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നോക്കൂ, MPയുടെ പ്രാദേശിക വികസന നിധി വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ്. ആ പ്രാദേശിക വികസന നിധിയിൽ 17 കോടി രൂപയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയുമായിരുന്നത്. എന്നാൽ അദ്ദേഹം അതിന് 27% തുക മാത്രമാണ് ചെലവഴിച്ചത്. നമുക്ക് 17 കോടിയിൽ 27% തുക മാത്രമാണ് അദ്ദേഹം ചെലവഴിച്ചത്. എന്താണ് അദ്ദേഹത്തിൻ്റെ MP എന്നതിലുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ചിത്രം എന്ന് വ്യക്തമാക്കുന്നതാണിത്. MP എന്ന വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാനം ഉപയോഗപ്പെടുത്തി സർക്കാർ സംവിധാനത്തെ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് യഥാസമയം പദ്ധതികൾ സമർപ്പിച്ച് ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർവഹണ ഘട്ടങ്ങൾ ഓരോ ഘട്ടത്തിൽ പുരോഗതി പരിശോധിച്ച് അതിലിടപെടാൻ ലേവലേശം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഈ വിധത്തിൽ ഉദാസീനനായാൽ, ഈ വിധത്തിൽ ജനതാല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു വികസനാവശ്യത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിൽ നിന്നൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ സാധിക്കുക? എന്തെങ്കിലും ഒരു ഭാവനാപൂർവ്വമുള്ള പദ്ധതി ഈ MPയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ടോ? അനുവദിച്ച പണം യഥാസമയം ചെലവഴിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു 30% പദ്ധതി ചെലവഴിച്ചാലാണ് അടുത്ത പദ്ധതിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. ആ കാര്യങ്ങൾ പോലും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആകെ തുകയുടെ 27% അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. കടുത്ത ജനദ്രോഹമാണ് ഈ MPയുടെ ഭാഗത്തുനിന്നുണ്ടായത്, സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ വിവേചനവും ശക്തമാണ്.
44 ഗ്രാമപഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും 5 മുനിസിപ്പാലിറ്റിയുമാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. ആ 44-ൽ 35 പഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും LDF ആണ് ഭരിക്കുന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളോട്, തദ്ദേശഭരണ നഗരസഭകളോട്, ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തോട് പൊതുവിൽ MP ഫണ്ട് അനുവദിക്കാൻ അദ്ദേഹം തയ്യാറാവാറില്ല. അതിനാവശ്യമായ രൂപത്തിൽ ഒരു പിന്തുണയും അദ്ദേഹം തയ്യാറാവാറില്ല. ഈ വിധത്തിൽ ഒരു MP എന്നുള്ള നിലയിൽ വിലയിരുത്തുമ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പരാജയമായിട്ടൊരു MP ആയിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ K. സുധാകരൻ്റെ MP സ്ഥാനത്തുള്ള ചുമതലാ നിർവഹണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. MP എന്നുള്ള നിലയ്ക്കുള്ള ചുമതലാ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങേയറ്റം സംശയാസ്പദമായ നിലപാടാണ് സുധാകരൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കൈക്കൊള്ളാറുള്ളത് എന്ന് കാണാൻ സാധിക്കും. അവിഹിതമായിട്ടുള്ള BJPയുമായുള്ള ബന്ധമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പലപ്പോഴും ആധാരമായിട്ടുള്ളത്. ഒളിഞ്ഞും തെളിഞ്ഞും അടുക്കളപ്പുറത്തുള്ള അവരുടെ ബന്ധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. BJP RSS വിഭാഗവുമായിട്ടുള്ള ഈ പിൻവഴി ബന്ധം ഉപയോഗപ്പെടുത്തിയിട്ട് വീണ്ടും കടന്നു കയറാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ RSS നയിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ദുർനയങ്ങൾക്കെതിരായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെയാകെ സംഘടിപ്പിച്ച് ഒരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ MPയുടെ ഈ വിധത്തിലുള്ള പിൻബന്ധം ഉപയോഗപ്പെടുത്തി ഈ സീറ്റ് നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായുള്ള ജനാധിപത്യ സമരത്തിൻ്റെ ഒരു വിധിയെഴുത്തായിരിക്കും കണ്ണൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള തകൃതിയായ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചു പോരുന്നത്. അതിനുതകുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായുള്ള തയ്യാറെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയും വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് സമീപകാല നടപടികൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ ചർച്ച ചെയ്യപ്പെടും. പൗരത്വ ഭേദഗതി നിയമം 4 വർഷം മുമ്പേ പാസ്സാക്കി വെക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു. ആ എതിർപ്പെ തുടർന്ന് അതിൻ്റെ നടപടികൾ ആരംഭിച്ചില്ല. പക്ഷേ നോക്കൂ, മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ പുണ്യമാസമായ റമദാൻ മാസം ആരംഭിക്കുന്ന ദിവസം എത്ര ബോധപൂർവവും ആസൂത്രിതവുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് അതിൽ നിർവഹണത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയോ ജനാധിപത്യ സംവിധാനത്തോടുള്ള കാഴ്ചപ്പാടോ വിശ്വാസ്യതയോ ലെവലേശ അവർ വകവെക്കുന്നില്ല. ജനങ്ങളെ മതപരമായുള്ള വേർതിരിവ് ഉപയോഗപ്പെടുത്താൻ മതന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഗോഗ്വ വിളിക്ക് ഏത് വൃത്തികെട്ട മാർഗവും അവർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആശങ്ക തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ഇന്നലെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വലിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രതിഷേധ റാലി ചേരുകയുണ്ടായി. ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകളാണ് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ആ റാലിയിൽ പങ്കെടുത്തത്. വളരെ വൈകാരികമായിട്ടാണ് ആ റാലിയിൽ പങ്കെടുത്തവരും അതിൽ പ്രസംഗിച്ച വിവിധ സാമൂഹ്യ നേതാക്കന്മാരും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ഫലത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തെല്ലും വകവെക്കാതെ വളരെ ബോധപൂർവമായിട്ട് ഭരണഘടനയുടെ ഒരു വിധത്തിലുള്ള മൂല്യങ്ങളെയും കണക്കിലെടുക്കാതെ ഭരണഘടനാ വിരുദ്ധമായ രൂപത്തിൽ രാജ്യത്തിൻ്റെ പൗരത്വം നിശ്ചയിക്കുന്നതിൽ മതവുമായി ബന്ധപ്പെടുത്തുന്ന അങ്ങേയറ്റം വിവേചനപരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീതിക്ക് നിരക്കാത്ത നിലപാടുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായുള്ള പ്രഖ്യാപനമായിരുന്നു കണ്ണൂരിലെ റാലി. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട വിധിയെഴുത്തിന് ആസ്പദമായിട്ടുള്ള ഒരു വിഷയം ആ കാര്യത്തിൽ വന്നുവിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJPയെ തോൽപ്പിക്കാൻ ഏറ്റവും വലിയ പാർലമെൻറ്റ് അംഗത്വം ഞങ്ങൾക്കാവും, അതുകൊണ്ട് ഞങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പലപ്പോഴും കോൺഗ്രസ് പറയാറുണ്ട്. വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി വരും എന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം. നോക്കൂ, വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി വരുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ആ പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും തീർച്ചയായിട്ടും പലരും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വന്നുപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കവുമില്ല. അങ്ങനെ വന്ന അമിത പ്രതീക്ഷയിലാണ് ആ കൈത്തെറ്റ് വന്നു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ BJP RSSനെ അവർ നയിക്കുന്ന തെറ്റായ നിലപാടുകളെ നേരിടാൻ കോൺഗ്രസിന് പാങ്ങുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ സാധിക്കും. വിശ്വസിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ നിലപാട് അവർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി ചർച്ച ചെയ്യുന്നു. ഒരു ഇരമ്പം പോലെ സമൂഹത്തിൽ പ്രതിഷേധമാർക്കുന്നു. എന്താ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെ നിലപാട്?
രാഹുൽ ഗാന്ധി മിണ്ടാട്ടമുണ്ടോ? പാർട്ടിയുടെ പ്രസിഡന്റ് ഖാർഗെ അദ്ദേഹം മുണ്ടുന്നുണ്ടോ? അവരുടെ അഖിലേന്ത്യാ നേതൃത്വം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭാ പാർലമെന്റിനകത്ത് നടന്ന നിയമനിർമ്മാണ സന്ദർഭത്തിൽ അതിനെതിർത്ത് വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് ആരിഫ് MP മാത്രമായിരുന്നു ലോക്സഭയിൽ അതിനെതിരായിട്ട് വോട്ട് ചെയ്തത്. എന്തേ അതിനെതിരായിട്ട് വോട്ട് ചെയ്യാതെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ വന്നത്? ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ചങ്കുറപ്പോടുകൂടി പറയാൻ, ആർജവത്തോടുകൂടി പറയാൻ എന്തേ കോൺഗ്രസിന് സാധിക്കാത്തത്? നോക്കൂ, ഹിന്ദു സമൂഹം അതിലെ വോട്ട് BJPയിലേക്ക് സമ്പൂർണ്ണമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്താൽ പോരാ, അതുകൊണ്ട് ഒരു മൃദു ഹിന്ദുത്വം തങ്ങൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഈ നിലപാട് നമ്മുടെ രാജ്യത്തെ എത്രമാത്രം പിന്നോട്ട് കൊണ്ടുപോകും? ഈ നിലപാട് ഒരു രാഷ്ട്രീയ നിലപാട് എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണോ? നമ്മുടെ രാജ്യത്ത് RSS പിന്നിൽ നിന്ന് നയിക്കുന്ന BJPയുടെ ഗവൺമെൻറ്, അവരുടെ പിന്തിരിപ്പൻ സ്വഭാവം, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, അതിനെ ശക്തിയുക്തം എതിർക്കാൻ ആശയപരമായിട്ടുള്ള കെൽപ്പ് ഈ രാജ്യത്തെ കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ്. ആ കെൽപ്പ് ലവലേശമില്ലാത്തതാണ് ഈ മൃദുഹിന്ദുത്വത്തിൻ്റെ വഴിയെ അവർ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണം. യാതൊരു ആശയ അടിത്തറയുമില്ലാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് സ്വാഭാവികമായിട്ട് അതിൻ്റെ നേതൃനിരയും അതിൻ്റെ അണികളും യാതൊരു മയവുമില്ലാത്ത വിധത്തിൽ BJPയിലേക്കും RSSലേക്കും BJP RSS വിഭാഗത്തിലേക്ക് പോകാൻ അവർക്കൊരു മടിയും ഇല്ല എന്ന് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJPയെ നേരിടാൻ തക്കവണ്ണുള്ള വിശ്വാസ്യത കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യം തന്നെ പ്രധാനപ്പെട്ടതാണ്. യാതൊരു സംശയവും വേണ്ട, ജനാധിപത്യ ശക്തികൾ, മതനിരപേക്ഷ ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം ഗൗരവമായി പരിശോധിക്കും. ഒട്ടും വിശ്വാസ്യതയില്ലാത്ത, ചങ്കുറപ്പില്ലാത്ത, ആശയ നിലപാടിന് കരുത്തില്ലാത്ത, രാജ്യത്തെ BJP ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെ ഭയപ്പെടുന്ന, അതിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ദുർനയങ്ങൾ, നിലപാടുകൾ, അതിൻ്റെ സമീപനങ്ങളോട് തീർച്ചയായിട്ടും അത് തുറന്നു കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വിശ്വാസ്യതയോടുകൂടി രാജ്യത്തിലെ വലതുപക്ഷത്തിനെതിരായിട്ട് BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പട നയിക്കാൻ, അതിൻ്റെ കൊടിപ്പടം ഉയർത്തിപ്പിടിക്കാൻ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് സാധിക്കുക. അതിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPIMന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സാധിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ, അത് നേരിടുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ ആർജവത്തോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി നിന്ന് പോരാടാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് സാധിക്കുക എന്ന് ഈ നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്ന ഓരോ ജനാധിപത്യവാദിയും തിരിച്ചറിയും. അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാം തരം ഒരു സന്ദർഭം കൂടിയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട ഈ ഘട്ടം. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നിലപാടിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും, അതോടൊപ്പം കേരളത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ലെവലേശം, ഒരു ഇഞ്ച് പോലും കേരളത്തിൽ നടപ്പാക്കാൻ വിടില്ല എന്നും ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭീതിതരായിട്ടുള്ള ന്യൂനപക്ഷ സമൂഹത്തിന് വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അത് കേവലമായ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യങ്ങൾ കേവലമായി പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നവരല്ല. ഹൃദയത്തിൽ നിന്ന് അങ്ങേയറ്റ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയത്. ആ നിലപാടിനെ തീർച്ചയായിട്ടും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുൾപ്പെടെ തീർച്ചയായിട്ടും ഹൃദയപൂർവ്വമാണ് സ്വീകരിക്കുക എന്നൊരു സംശയവും വേണ്ട. ഞാൻ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കണ്ണൂരിൻ്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യം, അതിൻ്റെ പ്രബുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി MV ജയരാജൻ വമ്പിച്ച വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയക്കൊടി നാട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും കണ്ണൂരിലെ ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ജനനേതാവാണ് MV ജയരാജൻ. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഘടകങ്ങളിലൊന്നായ, ഏറ്റവും ശക്തിയുള്ള, സംഘടനാപരമായ ശേഷിയുള്ള, കരുത്തുള്ള ഈ കണ്ണൂരിലെ പാർട്ടിയെ നയിക്കുന്ന MV ജയരാജൻ പാർട്ടിയെയും വർഗബോധന പ്രസ്ഥാനങ്ങളെയും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ നല്ല സവിശേഷമായ ഊർജ്ജത്തോടുകൂടി സജീവമായ പ്രവർത്തന രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന MV ജയരാജൻ നേരത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്കും അങ്ങേയറ്റം ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് നിർവഹിച്ച ഒരാളാണ് എന്ന് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മണ്ഡലത്തിൽപ്പെടുന്ന എടക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ 2 തവണ പ്രതിനിധീകരിച്ചു MV ജയരാജൻ. അസംബ്ലി
സമ്മേളനങ്ങളിൽ തീപ്പൊരിയായി ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം മുമ്പന്തിയിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ ഓരോ ദിവസത്തിൻ്റെയും മിക്കവാറും ഉറക്കം ഒഴിച്ചുള്ള ഏതാനും സമയം ഒഴിച്ച് ബാക്കി എല്ലാ സന്ദർഭത്തിലും സജീവമായിട്ട് പ്രവർത്തന നിരതനായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപഴകി മുന്നോട്ട് പോവുകയാണ്. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ സംഘടനാ ചുമതലകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കണ്ണൂരിലെ ബഹുജന പ്രശ്നങ്ങളിൽ ഓരോന്നിലും ഓടിച്ചെന്ന് ഇടപെടാനും കണ്ണൂരിൻ്റെ വികസന ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കാനും തീർച്ചയായിട്ടും ഏറ്റവും സജീവമായിട്ട് നേതൃത്വം വഹിക്കുകയുണ്ടായി. കോവിഡ് കാലം നമ്മുടെ മൂലം ഓർമ്മയുണ്ട്. ആ കോവിഡ് കാലത്ത് കണ്ണൂരിലെ പാർട്ടിയെ, കണ്ണൂരിലെ ബഹുജന പ്രസ്ഥാനത്തെ, വർഗപ്രസ്ഥാനങ്ങളെ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ ആശ്വാസത്തിലേക്ക് വേണ്ടിയിട്ട് അണിനിരത്താൻ എത്ര ആസൂത്രിതമായിട്ടാണ്, എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്നത് അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്. സമരവേദികളിൽ തീപ്പൊരിയായി ബഹുജനങ്ങൾക്ക് ആശ്രയമായി നിൽക്കേണ്ടുന്ന ബഹുജന പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായിട്ടുള്ള ബഹുജന സംഘാടകനായി ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതിൻ്റെ വലിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവത്തിൻ്റെ ഉൾക്കരുത്ത് തീർച്ചയായിട്ടും കണ്ണൂരിൽ ലോക്സഭയുടെ പ്രതിനിധി എന്നുള്ള നിലക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു വലിയ നിലക്ക് കണ്ണൂരിലെ വോട്ടർമാർ എം.വി. ജയരാജൻ എന്ന പ്രവർത്തന നിരതനായിട്ടുള്ള, അതിശക്തനായിട്ടുള്ള, കരുത്തനായിട്ടുള്ള ഇടതുപക്ഷ പ്രതിനിധിയെ എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിൽ വെച്ച് സ്വീകരിക്കും. അത് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള സവിശേഷ പ്രവർത്തനങ്ങളുടെയും നിങ്ങളുടെ പങ്കുണ്ടാവണം എന്ന് മാത്രം സംക്ഷിപ്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.